ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ചിങ്ങപ്പുലരിയാണ്. ചിങ്ങപ്പുലരിയിൽ പുത്തൻ പുലരിയിൽ വിശിഷ്ട അതിഥികൾ ഇനിയും ഉണ്ട്. മലയാളത്തിന്റെ ആളു ജീവിതത്തെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ബ്ലസ്സി. പത്മരാജന്റെയും ഭരതന്റെയും ശിഷ്യനാണ്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന പ്രസിദ്ധമായ നോവൽ വർഷങ്ങൾ തീണ്ട തപസ്സിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഏറ്റവും മികച്ച സംവിധായകനടക്കം ഇത്തവണ 9 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയ ചിത്രത്തിന്റെ ശില്പി ബ്ലസ്സിയാണ് ഈ ചിങ്ങപ്പുലരിയിൽ പുത്തൻ പുലരിയിൽ നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. സ്വാഗതം സർ, നമസ്തേ. ആദ്യം തന്നെ മലയാളത്തിന്റെ ജനം ടി വി പ്രേക്ഷകരുടെ പുതുവത്സര ആശംസകൾ. താങ്ക് യു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ആടുജീവിതം റിലീസാകുന്ന ദിവസം അങ്ങ് നാട്ടിൽ തിരുവല്ലയിൽ ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരുന്നു. അങ്ങയുടെ വർഷങ്ങൾ നീണ്ട സബരിയുടെ സമർപ്പണമായിരുന്നല്ലോ ഈ സിനിമ. ആ ആത്മബോധത്തെക്കുറിച്ച്. ആടുജീവിതം എന്ന സിനിമയുടെ ഒരു തുടങ്ങുന്ന കാലം എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയെയും സമീപിക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ആണെങ്കിൽ പോലും മലയാളികൾ ഏറെ വായിക്കപ്പെട്ടുള്ള, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും അധികം വായനക്കാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നോവലാണ് ആടുജീവിതം. അപ്പം അത്തരം ഒരു നോവലിനോട് ഉള്ള ഒരു സ്വാഭാവികമായ ഒരു ആകർഷണത്തിലാണ്, അല്ലെങ്കിൽ ആ നോവലിൻ്റെ ദൃശ്യ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിനുവേണ്ടി അത് സിനിമയാക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഒരു സാഹിത്യത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ഒരു മണലാരണ്യത്തിൽ ആയിരക്കണക്കിന് പാമ്പുകൾ എഴഞ്ഞു നീങ്ങുന്നു എന്ന് നമുക്ക് വളരെ നിസ്സാരമായി എഴുതി മാറാം. പക്ഷെങ്കിൽ ഇതെല്ലാം മരുഭൂമി, മരുക്കാറ്റ് കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വളരെയധികം ഡീറ്റെയിലിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മളെ കൂടുതൽ നമുക്ക് ഒരുപാട് ആവേശം ഉണ്ടാകുകയും ഒപ്പം തന്നെ പുതിയ ഒരു കണ്ടെത്തലുകളാണ്. അതായത് ഇത് എങ്ങനെയാണ് ഒരു മലയാള സിനിമയുടെ ഫ്രെയിമുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റുക. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ട്, നമ്മുടെ ബഡ്ജറ്റ് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം അങ്ങനെ പക്ഷെങ്കിൽ ഓരോ ദിവസത്തെയും യാത്രകളിൽ നമുക്ക് കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് പോവുകയും അതിനെ സാധ്യമാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് പലപ്പോഴും ഈ ഒരു സിനിമയുടെ ഒരു തീമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഏറെ പരിചിതമായ പ്രവാസ ജീവിതത്തിനെക്കുറിച്ചാണ്. എനിക്കൊന്ന് പുസ്തകത്തിനെക്കുറിച്ച് പറയുമ്പം പുസ്തകം കൂടുതൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവാസ ജീവിതത്തിലും അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളിലേക്കുമാണെങ്കിൽ ആ പുസ്തകത്തിൽ നിന്നും ഒരു സിനിമയിലേക്കുള്ള മാറ്റം, യാത്രയിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് മനുഷ്യൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട്. അതായത് ഒരു 6-7 ദിവസക്കാലം മരുഭൂമിയിൽ പെട്ടുപോവുകയും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഇല്ലാത്ത തരത്തിൽ അലയേണ്ടി വന്നൊരു മനുഷ്യന് ജീവിതത്തിനോടുള്ളൊരു മോഹം, തൻ്റെ കുടുംബത്തിനോടും നാടിനോടും ഒക്കെയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ളൊരു മനുഷ്യൻ്റെ ഒരു വലിയൊരു ആർത്തിയുണ്ട്. ആ ആർത്തിക്ക് വേണ്ടി ഉള്ളൊരു സമർപ്പണം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ചെറിയ നിരാശകളിൽ നമ്മൾ അസ്വസ്ഥരാകുകയും ജീവിതത്തിനെ തന്നെ മടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഈ വലിയൊരു സാധ്യതയെക്കുറിച്ച് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന ആ പ്രതീക്ഷ തന്നെയാണ് എനിക്ക് എൻ്റെ ഹേർഡിൽസ്, എൻ്റെ തടസ്സങ്ങളിലൊക്കെ എനിക്ക് എങ്ങനെയും ഇത് പൂർത്തീകരിക്കുക, ഇതൊരു സിനിമയായി പൂർണ്ണമാക്കുക എന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും. ആ സിനിമ പറയുന്ന അതിജീവനം തന്നെയായിരുന്നു ഈ സിനിമ പൂർത്തീകരിക്കുവാനായിട്ടുണ്ടായ എൻ്റെ ആത്മീയ പ്രചോദനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ എപ്പോഴും നമ്മളാൽ സാധ്യമാകാത്തതിനെയൊക്കെ നമ്മൾ സമർപ്പിക്കുന്ന ഈശ്വരനിലാണ്. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു വലിയ ഒരു അദൃശ്യ കരങ്ങളുടെ ഒരു ശക്തി
ഈ സിനിമയ്ക്കും എന്നോടൊപ്പം പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാഴ്ച, തന്മാത്ര, പളുങ്ക്, ഭ്രമരം, ആടുജീവിതം, കളിമണ്ണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആടുജീവിതം, വ്യത്യസ്ത ഫ്രെയിമുകൾ. അതിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാം ക്ലാസ്സാണ്, എല്ലാം ജനപ്രിയവുമാണ്. പലപ്പോഴും നാം കാണുന്നത് ക്ലാസ് സിനിമ പലപ്പോഴും തിയേറ്ററിൽ വിജയിക്കാറില്ല, ധാരാളം ജനങ്ങൾ കാണാറില്ല. ഇതൊരു ക്ലാസ് മുറിയിൽ നിന്നോ ഒരു അഭിമുഖത്തിലോ പറഞ്ഞു തരാവുന്ന ഒരു ടെക്നിക്കൊന്നും അല്ലെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഒരു രഹസ്യം, ഒരു മാജിക്? അത് ഈ പലപ്പോഴും സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്കും വലിയ ധാരണയില്ലാതാണല്ലോ. ഞാൻ പറയും, ഒരുപാട് ആലോചിച്ച് ചെയ്യുന്ന ഒരു ജോലിയല്ല. കാരണം ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇന്നും എനിക്ക് ഈ സിനിമകളൊക്കെ എഴുതാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാനൊരു എഴുത്തുകാരനായുള്ള ഒരു പിൻബലമുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ എഴുത്തിന് വേണ്ടിയുള്ളൊരു വലിയ ശ്രമമാണ്, എൻ്റെ ഒരു കാത്തിരിപ്പും ശ്രമമാണ്. ആ ശ്രമമാണ് എന്നെ അതിലേക്കൊക്കെ എത്തിക്കുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇത്തരമൊരു എൻ്റെ ഈ പറഞ്ഞ പോലെ ആടുജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറുക. മലയാളത്തിൽ നിന്ന് മാത്രമല്ല, ഇതര ഭാഷകളിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ സിനിമ എത്തിയതോടുകൂടി ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷയിലുള്ള ആൾക്കാർ, ദേശക്കാർ ഒക്കെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രചോദനം ഉണ്ടാക്കുന്നതാണ്. കാരണം സിനിമ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം തന്നെ. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വലിയൊരു ഭാഗ്യമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിനോടുള്ള ഒരു ബന്ധമുണ്ട്. എവിടെയും ഒരു മനുഷ്യൻ്റെ ഒരു നോവുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഓരോ സിനിമയ്ക്കും വളരെ ആഴത്തിൽ ബന്ധങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ സന്തോഷമാണേലും ദുഃഖമാണേലും പങ്കുചേരലാണേലും പ്രണയമാണേലും ഒക്കെ. അപ്പം ഇത് സർവ്വലൗകികമായ കാര്യമാണ്. ഹ്യൂമൻ ബോഡിയിലെ ലോകത്തുള്ള മനുഷ്യരുടെ എല്ലാം ഫിസിയോളജി ഒന്നാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഒരു കൾച്ചറൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ മാനസികമായിട്ടുള്ള നമ്മുടെ പിരിമുറുക്കങ്ങളും ചിന്തകളും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം അത് കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കുന്നത് കൊണ്ടാവാം എന്ന് ഞാൻ കരുതുകയാണ്. അല്ല, എനിക്ക് അതിൻ്റെ ഒരു മാജിക്കിനെ കുറിച്ച് അറിയില്ല. ഭാഗ്യം, കാരണം ചെയ്യുന്ന സിനിമകൾക്കൊക്കെ പ്രേക്ഷകരുണ്ടാവുക, സിനിമ തിയേറ്ററിലും ഒപ്പം തന്നെ മറ്റ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളിലൊക്കെ അംഗീകാരം ഒരുമിച്ച് ലഭിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ബ്ലസ്സി, ഈ പുസ്തകം, നോവൽ അല്ലെങ്കിൽ കഥ സിനിമയാക്കുക എന്ന് പറഞ്ഞൊരു ഇത്തിരി ഒരു അപകടം പിടിച്ച കളിയാണ്. പലപ്പോഴും വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ മറ്റൊരു എഴുത്തുകാരൻ്റെതാണെങ്കിൽ എൻ്റെ കഥയുടെ അല്ലെങ്കിൽ എൻ്റെ നോവലിൻ്റെ സത്ത പോയി എന്ന് പരാതിപ്പെട്ടത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങ് തന്നെ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു, ആടുജീവിതം എന്ന നോവലിൻ്റെ ഫോക്കസ് ഒന്നാണ്. പക്ഷേ ഇത് ചിത്രമാകുമ്പോൾ, ചലച്ചിത്രമാകുമ്പോൾ, ദൃശ്യാവിഷ്കാരമാകുമ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അങ്ങ് അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു? ഈ നമ്മുടെ ഒരു വളരെ തെറ്റായ ഒരു ധാരണയും കാഴ്ചപ്പാടും കൊണ്ടാണ് പുസ്തകവും സിനിമയും രണ്ടാണെന്നും സാഹിത്യവും ദൃശ്യഭാഷയും രണ്ടാണെന്നും മനസ്സിലാക്കാതെ ഉള്ളൊരു സമീപനം. നമുക്കറിയാം, ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ പോലും ഒരു വളരെ പ്രശസ്തമായ പല സാഹിത്യവും നോവലും സിനിമയാക്കിയപ്പോൾ വളരെ പരാജയമായി മാറിയിരുന്നു. കാരണം അത് അതേ രീതിയിൽ തന്നെ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അതേ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തുമ്പോഴാണ്. സിനിമയ്ക്ക്, ദൃശ്യത്തിന് അതിൻ്റെ ഒരു ഭാഷയുണ്ട്, അതിൻ്റെ ഒരുപാട് സംയോജനങ്ങളുണ്ട്, ശബ്ദത്തിൻ്റെയും നിറങ്ങളുടെയും ഒക്കെയുള്ള. അപ്പം അത് മനസ്സിലാക്കാതെ പുസ്തകത്തിൽ, സാഹിത്യത്തിൽ എഴുതി വെച്ച് ഇപ്പം അതേപോലെ ചെയ്യുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും അപകടകരമായ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുസ്തകത്തിനെ, നോവലിനെ സമീപിച്ചപ്പോൾ എൻ്റേതായിട്ടുള്ള ബെന്യാമിൻ നജീബിൻ്റെ ജീവിതത്തിനെ എങ്ങനെ മനസ്സിലാക്കി അതൊരു സാഹിത്യമാക്കി അക്ഷരങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചോ, അതുപോലെ തന്നെ ബെന്യാമിൻ എഴുതിയ നജീബിനെ
എൻ്റേതായിട്ടുള്ള ചില ലോജിക്കുകളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് പുസ്തകത്തിൽ ഒരു 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 ചാപ്റ്ററിലാണ് സൈനുവിൻ്റെ ജീവിതം എന്നുണ്ടെങ്കിൽ സിനിമയിലെ ആടുജീവിതത്തിലെ ഗ്രാമം, ഉമ്മ, സൈനു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മുഴുനീളം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തരത്തിലുള്ള സീനുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം ആ വ്യത്യാസങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമയ്ക്ക് വേണ്ടി എടുക്കുവാൻ സാധിച്ചു. അത് പ്രത്യേകിച്ച് ബെന്യാമിനെ പോലുള്ള ഒരു എഴുത്തുകാരന് അതിനുള്ളൊരു പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് നൽകി എന്നുള്ളതും വളരെ സന്തോഷമാണ്. അത് കൊണ്ടാണ് സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നിൽക്കുകയും പുസ്തകം അതിൻ്റേതായിട്ടുള്ള എല്ലാ ഭാവങ്ങളോടും കൂടി വായിക്കപ്പെടുകയും ചെയ്യുന്നത്. ശ്രീ ബ്ലസ്സി, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാം, നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ബ്ലസ്സിങ് ചിങ്ങപ്പുലരി എന്ന്. തീർച്ചയായും ആ വാക്ക് അതിനോടൊപ്പം താങ്കളുടെ പേരിനൊപ്പം ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. ബ്ലസ്സിങ് ആണ് യഥാർത്ഥത്തിൽ ആടുജീവിതത്തിന് എന്തായാലും ലഭിച്ചത്. കാരണം പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്ത ഒരു ചിത്രം, അത് അർഹിക്കുന്ന അംഗീകാരത്തിലേക്ക് കൂടി 9 അവാർഡുകളാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. നമുക്കറിയാം അതിലേറെ അവാർഡുകൾ അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കാറ്റഗറികളിലേക്ക് അതിനേക്കാൾ മികച്ച മറ്റ് സിനിമകൾ വന്നുപോയി എന്നുള്ളത് മാത്രമാണ് ഒരു പക്ഷേ അതിന് അവാർഡ് ലഭിക്കാതെ പോകുന്നത്. എങ്കിൽ പോലും താങ്കളടക്കം, പൃഥ്വിരാജ് അടക്കം, ഗോകുലടക്കം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേർ, അവർക്കൊക്കെ അംഗീകാരം ലഭിച്ച സന്തോഷം കൂടിയാണ്. എങ്ങനെയാണ് അവരുടെ കൂടി അംഗീകാരത്തെ താങ്കൾ അവർക്ക് വേണ്ടി കൂടി സംസാരിക്കുമ്പോൾ പറയുന്നത്? ഈ സിനിമയിലെ ഒരു ഏറ്റവും മുഖ്യ കഥാപാത്രമായ നജീബ് പൃഥ്വിരാജിലൂടെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. നമ്മൾ ഏറെ ഇതിനുള്ളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു നടൻ ആ കഥാപാത്രത്തിന് വേണ്ടി എത്രത്തോളം അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ചെയ്ത ഒരുപാട് വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോയി ആണ് ആ കഥാപാത്രത്തിനെ വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക. അപ്പം ഇതിനെ ഒരു വലിയൊരു ഡയറക്ടർ എന്നുള്ള രീതിയിലും പൃഥ്വിരാജിൻ്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ചിന്തിക്കുമ്പം സാധാരണ നമ്മളൊരു കഥാപാത്രത്തിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്ക് നല്ല പരിചയം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു മജിസ്ട്രേറ്റിനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുക. അപ്പോൾ എവിടെയോ എങ്കിലും നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഏതെങ്കിലും ചില രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ വർഷങ്ങളായി ആരോടും സംസാരിക്കാതിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ ഒരു മൃഗങ്ങളോടൊപ്പം മാത്രം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിൽ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പറയുന്നതൊക്കെ ഭയങ്കര നമ്മുടെ ഒരു സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെടുന്ന മാത്രമാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു ഗൈഡൻസ് ഇല്ല. വളരെ യഥാർത്ഥമായൊരു കാര്യം, പൃഥ്വിരാജ് ഈ റിയൽ നജീബിനെ, ഷുക്കൂർ എന്ന നജീബിനുമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ സിനിമയുടെ അവസാന ഷോട്ടും കഴിഞ്ഞിട്ടുള്ള സെറ്റിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പം ഒരു മുൻധാരണകളില്ലാതെ നമുക്ക് എടുത്തു വയ്ക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു ഉദാഹരണങ്ങളില്ലാതെ ചെയ്ത ഒരു ക്യാരക്ടറും കൂടെയാണ് ഈ നജീബിൻ്റെ. അപ്പം അത് നിലവിൽ രാജു ചെയ്തിട്ടുള്ള സിനിമയും സിനിമയുടെ രീതികളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായി അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർത്തും ഒരു 100% അതിന് മുകളിലും ഡിസർവിംഗ് ആയിട്ട് ഉള്ള ഒരു പ്രകടനം ഉണ്ടാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പൃഥ്വിരാജിന് കിട്ടിയ തീർത്തും അർഹിക്കപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെയാണ് നജീബിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഹക്കീം എന്ന കഥാപാത്രം. ഹക്കീമിനെ KR ഗോകുൽ ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു അഭിനയത്തിൻ്റേതായിട്ടുള്ള മുൻ പരിചയങ്ങളില്ലാത്ത ഒരാളാണ്. അപ്പം മുൻപരിചയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ഇതേ കഥാപാത്രത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിലും കൂടെ, അല്ലെങ്കിൽ ശാരീരികമായ മാറ്റങ്ങൾ, മാനസികമായ മാറ്റങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ
ഗോകുലും ആ ഒരു കഥാപാത്രത്തിനെ തന്മയത്തമാക്കിയിട്ടുള്ളത്. അപ്പം ചില ഘട്ടങ്ങളിലൊക്കെ ഗോകുല് ഈ പറഞ്ഞ ഡയറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ക്രമീകരിച്ച് ഭയങ്കരമായിട്ട് വീട്ടിലൊക്കെയുള്ള അവൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അവരെന്നെ വിളിച്ച് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം അത്തരത്തിലൊരു ഒരു 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 ക്യാരക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗോകുൽ. അപ്പം ഗോകുലിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ പറയും, ഞാൻ പറയുമായിരുന്നു ഇത് ഏതായാലും ബെസ്റ്റ് ആക്ടർ പൃഥ്വിരാജിന് തന്നെ ആകും, നിനക്ക് പിന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡായിരിക്കും നിനക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടി എന്ന് പറയുന്നത് ഗോകുലിനെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ കാരിയറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ ബ്ലസ്സി, ഈ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ നോവൽ വായിക്കുമ്പോൾ അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് അവിടെയാണ് നജീബ് ജീവിക്കുന്നത്. പക്ഷേ പലതവണ വായിച്ചിട്ടുള്ള ഈ നോവൽ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ അത് താങ്കൾ സൃഷ്ടിച്ച ആ ഒരു ലോകം, അത് നമ്മളെന്നോ വായിച്ചും അതൊക്കെ മറവിയിലേക്ക് പോവുകയും ആ ലോകത്തിലേക്ക് ആ പ്രേക്ഷകരെല്ലാം ഒന്നിച്ച് വരികയും ചെയ്തതാണ്. തിയേറ്ററിലെ തണുപ്പിലിരിക്കുമ്പോഴും ആ പൊടിക്കാറ്റടിക്കുമ്പോഴും ചൂട് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്കറിയാതെ ഉള്ളിലേക്കൊരു ചൂട്, അതങ്ങനെ അത്ര അധികം പകർന്നു തരണമെങ്കിൽ താങ്കളും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകളും എത്രത്തോളം ചൂട് അനുഭവിച്ചിട്ടുണ്ടാകും. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പൊടിക്കാറ്റിൻ്റെ ചൂടല്ല, ഒരു ഉള്ളിലെ ചൂട്, അത് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ പുറത്ത് കടന്നത്? ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അതിൻ്റെ ആ ഒരു വലിയ അനുഭവത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളിൽ നിന്ന് ആ ഭൂമിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാൻ കഴിഞ്ഞു? എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു മരുഭൂമിയിലെ ഒരു ഷൂട്ടിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഷെഡ്യൂളിൻ്റെ ഒരു പാക്കപ്പിൻ്റെ ഒരു സമയത്തിൻ്റെ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ലാസ്റ്റ് ഷോട്ട്. കാരണം അതിനു മുമ്പ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. ലാസ്റ്റ് ദിവസത്തിൻ്റെ തുടക്കം തൊട്ട് ഞാൻ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്തു, പിന്നെ ചരിഞ്ഞ് കിടന്നുകൊണ്ട് ഷൂട്ട് ചെയ്തു. പൃഥ്വിരാജിൻ്റെ ഷോട്ടുകളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ഒരു വെള്ളത്തിൻ്റെ ഒരു ഷോട്ട് മാത്രമാണ്, ആർട്ടിസ്റ്റൊന്നും ഇല്ലാത്തൊരു ഷോട്ടാണ്. ആ ഷോട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പം ഇങ്ങനെയുള്ള അത്രയധികം നമ്മൾ ശാരീരികമായി ഓരോരുത്തരും ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പിന്നീട് ആണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ചുറ്റും ഒക്കെ ആൾക്കാർ നിൽക്കുന്നത് പോലെയും ഒരു ഡെസേർട്ടിൻ്റെ ഒരു വാമായിട്ടുള്ളൊരു ഫീലും ഒക്കെയാണ്. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തിരുവല്ലയിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പോലും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഡെസേർട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് അതിൻ്റെ ഒരു ഫോബിയ മാറിയിട്ടില്ല, എനിക്കിപ്പോഴും ഇവിടെയെല്ലാം ഒരു യെല്ലോ കളറിലാണ് തോന്നുന്നത് എന്നൊക്കെ ഞാൻ സംസാരിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ശരിക്കുമുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സോഡിയം ലെവൽ കുറഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു മാനസിക വിഭ്രമം ആയിരുന്നു അത്തരത്തിലേക്കൊക്കെ പോയിരുന്നെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമ്മളിൽ നിന്ന് ഇപ്പം രാജുവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സിനിമയുടെ സെറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് കയറുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഞാൻ ആടുജീവിതത്തിൻ്റെ ഓർമ്മകളിലും അല്ലെങ്കിൽ ആടുജീവിതത്തിൽ നിന്ന് എൻ്റെ തലച്ചോറ് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന തിയേറ്ററിൽ നിങ്ങൾ അനുഭവിച്ചതൊന്നും ഞാൻ ഇതുവരെ തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചില്ല. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, കാരണം എനിക്ക് തിയേറ്ററിലൊരു പ്രേക്ഷകനായിട്ടിരുന്ന് സിനിമ കാണാനായിട്ട് കഴിയണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഈ പല എഴുത്തുകാരും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ പറയുന്നത്, ഞാനിത് എഴുതുമ്പോൾ തന്നെ ഈ കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ, ഈ ഒരു നടൻ അല്ലെങ്കിൽ ഈ ഒരു നടി എന്നുണ്ടായിരുന്നു.
തുടക്കം മുതൽ പൃഥ്വിരാജ് തന്നെയായിരുന്നു മനസ്സിൽ നജീബിന്? ഞാൻ ഇത് എഴുതുന്നതിന് മുമ്പ് ഈ സിനിമയിലേക്ക് പൃഥ്വിരാജുമായിട്ട് ഞാൻ സംസാരിച്ച് ഒരുപാട് സംസാരങ്ങൾ, ഡിസ്കഷനുകൾ പോയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ തിരക്കഥ എഴുതാൻ തുടങ്ങി. എനിക്ക് ചോദ്യത്തിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. കാരണം ഞാൻ കാഴ്ച എന്ന സിനിമയ്ക്ക് ശേഷം ആ സിനിമ തമിഴിൽ ചെയ്യുവാനായിട്ട് വിക്രം അതിൻ്റെ റൈറ്റ് വാങ്ങിക്കുകയും വിക്രവുമായിട്ട് ചേർന്ന് ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒട്ടുമിക്ക ഇപ്പം തന്മാത്രയുടെ സമയത്ത് അദ്ദേഹം ഇവിടെ വരുമ്പോൾ, ഏതൊരു അവാർഡ് ഫംഗ്ഷന് വരുമ്പോഴും ഞാൻ തന്മാത്രയുടെ കഥ പറഞ്ഞു. ആ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ആ ക്യാരക്ടർ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ ലാലേട്ടനുമായിട്ട് അത് സംസാരിച്ച് അതിൻ്റെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. അപ്പം വിക്രവുമായിട്ടുള്ളൊരു സൗഹൃദത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് സംസാരം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഞാൻ ഈ സിനിമയെക്കുറിച്ചും വിക്രവുമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് അതിന് ഇത്രയധികം ശരീരഭാരം കുറച്ച് 1-2 തവണ അദ്ദേഹം അത്തരം ഒരു രീതിയിലൊക്കെ ചെയ്തിരുന്നുള്ളതുകൊണ്ട് തന്നെ തുടർന്ന് വീണ്ടും അങ്ങനെ അത് ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രയാസമുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെ ഒരു മുന്നോട്ടുള്ളൊരു ആലോചനയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ അദ്ദേഹം പറയാറുണ്ട്, ഞാനത് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്. രാജുവുമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്കൊക്കെ എത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്രയും അവാർഡ് നേടുമ്പോൾ ബെന്യാമിനോട് പറയാനുള്ളത് എന്താണ്? നമ്മൾ ചില അവാർഡുകളൊക്കെ നമ്മൾ വളരെ ഡെഫിനറ്റായിട്ട് നമ്മൾ ഈ സിനിമയെ അവാർഡിന് അയക്കുമ്പോൾ നമ്മൾ പറയാറുള്ളതാണ്, ഏറ്റവും ഡെഫിനറ്റായിട്ട് കിട്ടുന്ന 2 അവാർഡുകൾ നമ്മൾ പറഞ്ഞിരുന്നത്, ഒന്ന് കഥയ്ക്ക് ബെന്യാമിനും സംഗീതം മ്യൂസിക് AR റഹ്മാനും എന്നുള്ളത് യാതൊരു മാറ്റവുമില്ലാതെ എല്ലാവരും സംസാരിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് രണ്ടും പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു നോവായിട്ട് മനസ്സിൽ കരുതുകയാണ്. ഇതിപ്പോൾ താങ്കളുടെ ഈ ഒരുപാട് സിനിമകൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ്, തീർച്ചയായിട്ടും താങ്കളുടെ മാത്രമല്ല, പക്ഷേ താങ്കളുടെ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശങ്ങളും അതെല്ലാം താങ്കൾ അങ്ങനെ ഉള്ള ഒരാളാണെന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ്. അതിൽ നിന്നുകൊണ്ടാണ് ആടുജീവിതം എന്ന് പറയുന്നൊരു സിനിമ ഒരുക്കാനുള്ളൊരു ധൈര്യം, തീർച്ചയായിട്ടും ഒരു ധൈര്യം താങ്കൾക്ക് കിട്ടിയതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ആടുജീവിതം വർഷങ്ങൾ നീണ്ട ഒരു തപസ്യ, അതിനുശേഷം ആടുജീവിതം യാഥാർത്ഥ്യമാക്കിയപ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ പുതുതായി എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കിയോ, പഠിച്ചോ? ആ പാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പകർന്നു നൽകാം. പുതിയതായി പഠിച്ചത് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുകയാണ്. ജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ജീവിതത്തിനെ മടുക്കുകയും തളർന്നു പോവുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ പരാജയങ്ങളിൽ അല്ലെങ്കിൽ എളുപ്പം കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോഴൊക്കെ നമുക്കിനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇതായിരിക്കും എൻ്റെ അവസാനം, ഇതോടുകൂടി ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയായിട്ട് നമുക്ക്, എന്നുവെച്ചാൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാരം കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഈ തലമുറയിൽ ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം തന്നെ. അവിടെ ആണ് ഒരുപാട് നമുക്ക് തകർന്നു പോകാവുന്ന, ഒരിക്കലും മുന്നോട്ട് ഇനി ഈ സിനിമ ഉണ്ടാകില്ല, ജീവിതം തന്നെ ഉണ്ടാവില്ല, ആയുസ് ഉണ്ടാവില്ല, ഈ സിനിമ തീരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരെ വിചാരിച്ചിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ അവിടെയും ഇപ്പം കോവിഡിൻ്റെ സമയത്ത് അവിടെ നമ്മൾ നിൽക്കുന്ന സമയത്തും എല്ലാവർക്കും നാട്ടിലേക്ക് പോകണം എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇനി എന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ഇല്ല, ഇനി ഫ്ലൈറ്റ് ഉണ്ടാകുമോ അതോ ഇതാണോ
ഭൂമിയുടെ അവസാനം എന്നൊക്കെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് പലർക്കും. അപ്പോൾ അപ്പോഴും ഞാൻ പറയുമായിരുന്നു, ഇത് ഷൂട്ട് ചെയ്യാതെ ഇവിടെ മരിച്ചാലും എനിക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യണം. കാരണം അത്ര വലിയ കമ്മിറ്റ്മെൻറ്റാണ് എനിക്ക് എൻ്റെ തലയിലുള്ളത്. എൻ്റെ സാമ്പത്തികമായിട്ടുള്ളതും മറ്റെല്ലാ തരത്തിലുമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. അപ്പം ജീവിതം അവസാനിക്കുന്നില്ല. ജീവിതത്തിനെ ഒരിക്കലും അങ്ങനെ അവസാനിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മോഹം എന്ന് പറയുന്നത്, മോഹമല്ല, അതിലേക്ക് എത്തുവാനായിട്ടുള്ളൊരു വലിയൊരു പ്രയത്നം, അത് നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളതും ഒരു ഹോപ്പ് സോങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിനെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ളൊരു അധ്വാനമാണ് നമുക്ക് ആവശ്യം, പ്രതീക്ഷയാണ് ആവശ്യം. അവിടെ നമുക്ക് ഏറ്റവും നമ്മളെ തുണയായിരിക്കുന്നത് അദൃശ്യനായ ഒരു ഈശ്വരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ജീവിതത്തിൽ പ്രതീക്ഷ അവസാന നിമിഷം വരെ ഉണ്ടാകണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് പറയാനുള്ളത്. ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ്. അത് ആ അതിജീവനത്തിനെ എല്ലാ തരത്തിലും അനുഭവിച്ച് അതിനെ ഒരു പൂർണ്ണതയിലേക്ക്, ഞാൻ സക്സസ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പലതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ ഒരു 10 വർഷക്കാലം. ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കാം എന്നുള്ള ചിന്ത വന്നത് എപ്പോഴാണ്? അങ്ങ് ഇൻസ്റ്റൻറ്റ് സിനിമയുടെ ആളല്ല. ആ ചിന്ത വന്ന് തിരക്കഥയാവാൻ യാഥാർത്ഥ്യത്തിലേക്ക് എത്ര സമയം? ആടുജീവിതം എന്ന ഒരു പുസ്തകത്തിൻ്റെ ഞാൻ ഭ്രമരം എന്ന സിനിമയുടെ വർക്കുകൾക്ക് എന്നോടൊപ്പം ആണ് ഞാൻ ഇങ്ങനെയൊരു പുസ്തകത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ശ്രീ രവിവർമ്മ തമ്പുരാൻ മനോരമയിലെ ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു നമ്മുടെ സിനിമയെക്കുറിച്ചും സാഹിത്യത്തിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടിപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമയിലെ കാനത്തിൻ്റെയും മുട്ടത്ത് വർക്കിയുടെയും പ്രത്യേകിച്ച് സേതുമാധവൻ സാറിൻ്റെ ഒട്ടുമിക്ക സിനിമകളും നോവലിൽ നിന്നും മറ്റ് സാഹിത്യകൃതികളിൽ നിന്നുമൊക്കെ സിനിമയാക്കിയിട്ടുണ്ട് 70കളിലും ഒക്കെ 80കളിലും ഒക്കെ. പക്ഷേ പിന്നീട് ഇപ്പോൾ എന്തുകൊണ്ടൊരു സാഹിത്യകൃതികൾ സിനിമയാക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരു ദൃശ്യ സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലും സിനിമയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് തോന്നുന്നു. അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ല അത്തരം സാധ്യതകൾ സാഹിത്യത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് വായിച്ച ഈ ആടുജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വായിക്കണം. എന്നിട്ട് അദ്ദേഹം പോയിട്ട് ആ പുസ്തകം എനിക്ക് അയച്ചു തരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുകയും ആദ്യ വായനയിൽ തന്നെ എനിക്കിതിൻ്റെ സാധ്യതകൾ, ദൃശ്യസാധ്യതകൾ, അപ്പോൾ അതാണല്ലോ തുടക്കം തന്നെ, ദൃശ്യസാധ്യത. ആ സാധ്യത മനസ്സിലാക്കിയിട്ട് ബെന്യാമിൻ അന്ന് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന കാലമാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് വിളിക്കുകയും അദ്ദേഹം സന്തോഷത്തോട് അനുമതി തരികയൊക്കെ ചെയ്യുകയുണ്ടായി. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ ബ്ലസ് സാർ, ഈ പുതുവത്സരമാണ്, പുതിയ സിനിമയെക്കുറിച്ച് ചിന്തകളുണ്ട് എങ്കിൽ അതുകൂടി പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. എന്ന് മാത്രമല്ല, സാഹിത്യത്തിൽ നിന്ന് ഇനി ഒരു സൃഷ്ടിയെടുത്ത് അതും സിനിമയാക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടോ? രഹസ്യമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. രഹസ്യം പരസ്യമാക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ കേട്ടോണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണല്ലോ. അതെ, അവരുടെ എല്ലാവരുടെയും മനസ്സാണ് ഞാൻ അവരുടെ എല്ലാവരുടെയും മനസ്സാണ് ഞാൻ ചോദിച്ചത്. അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്ത അല്ല, ഞാൻ പറഞ്ഞില്ല, ബുദ്ധി എന്നേ ഞാൻ പറഞ്ഞോളൂ. അടുത്ത പ്രോജക്റ്റ് ചിന്ത ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ സാധാരണ ഒരുപാട്
അതിലേക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു വിഷയത്തിനെ ക്രമീകരിക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ചിന്തകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപാട് നീണ്ട ഇടവേളകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് പൊതുവിൽ എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്നൊരു പരാതിയും കമൻറ്റും ഒരുപാട് റിക്വസ്റ്റുകളാണ് സിനിമ വീണ്ടും ചെയ്യാനായിട്ടുള്ളത്. അപ്പം എനിക്കും കഴിഞ്ഞൊരു 11 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ആടുജീവിതം ഇറങ്ങുന്നത്, കളിമണ്ണിന് ശേഷം. അപ്പം അത്രയും ഒന്നും ഇനിയൊരു കാത്തിരിപ്പ് നമുക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു സിനിമയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്നെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് പെട്ടെന്നാകത്തില്ല. ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രേക്ഷകരോട് ഏറ്റവും അടുത്ത് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുക. ഏതായാലും ഒരു കാര്യം, എത്ര ആര് എന്ത് കമന്റ് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് പരാതി വേണമെങ്കിലും പറഞ്ഞോട്ടെ, അങ്ങയുടേതായ ശൈലിയിലുള്ള സിനിമ മതി. കാത്തിരിക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം. ഈ പുത്തൻ പുലരി ജനൻ TV പ്രേക്ഷകർക്കായി ഇന്ന് ഇത്രയും സമയം ചെലവഴിച്ചു. ഇതിനെ വളരെ വളരെ സ്പെഷ്യലാക്കി ഒരു ബ്ലെസ്സിങ് പുത്തൻ പുലരിയാക്കി മാറ്റിയതിന് വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി അനുമോദനങ്ങൾ അങ്ങേക്കും ഓരോ അണിയറ പ്രവർത്തകർക്കും. കാര്യം അവാർഡ് ലഭിച്ചവർ, മുന്നിൽ വന്നവർ കുറച്ചെങ്കിൽ അതിൽ എത്രയോ മടങ്ങ് പേർ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ടാവാം. ആ ഓരോരുത്തർക്കും ഉള്ള ഞങ്ങളുടെ അനുമോദനങ്ങൾ, ഞങ്ങളുടെ ആശംസകൾ അങ്ങ് അറിയിക്കണം. വളരെയധികം നന്ദി. നമസ്തേ. വളരെ സന്തോഷം. ഈ ചിങ്ങപ്പുലരിയിലെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ത്തോടുകൂടി തുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം എന്ന് പറയുമ്പോൾ. പക്ഷെങ്കിൽ നമ്മളുടെ ഈ അടുത്ത കാലത്തൊക്കെ സംഭവിച്ച പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ കേരളം മൊത്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ജീവൻ അവശേഷിക്കുന്നവരോടൊപ്പം നമുക്കും പങ്കുചേരാൻ പറ്റുന്ന തരത്തിൽ, ഒപ്പം തന്നെ നമ്മളുടേതായിട്ടുള്ള നന്മകൾക്ക് സമൃദ്ധിയായിട്ട് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് ഈ പുതിയ കാലത്ത് കഴിയട്ടെ എന്നുള്ള എൻ്റെ വളരെ അഡ്വാൻസായിട്ടുള്ള ഓണ ആശംസകളോടെ അറിയിക്കുകയാണ്. വളരെ സ്നേഹം, നന്ദി.